ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റി അയക്കാൻ നടക്കുന്ന പാക് സൈന്യത്തിന് സ്വന്തം രാജ്യത്ത് നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വന്നിരിക്കുന്നു. സ്വന്തം പോലീസുകാരെയും സൈനികരെയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അത്ര ഗതികേടിലാണ് ഇന്ന് പാകിസ്ഥാൻ. തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സിയാറത്ത് ജില്ലയിലാണ് പാക് ഭരണകൂടത്തിന്റെ കഴിവുകേട് ലോകം മുഴുവൻ കണ്ടത്. ഒരു പോലീസ് പോസ്റ്റിന് നേരെ ഡസൻ കണക്കിന് വിമതർ നടത്തിയ മിന്നലാക്രമണത്തിൽ പാക് പോലീസിന് യാതൊരു ചെറുത്തുനിൽപ്പും നടത്താനായില്ല. 2 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ഉൾപ്പെടെ 9 പോലീസുകാരാണ് സ്വന്തം പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അതിലും വലിയ നാണക്കേട് ജീവനം കൊണ്ടോടിയ 8 പാക് പോലീസുകാരെ വിമതർ അനായാസം ബന്ദികളാക്കി കൊണ്ടുപോയി എന്നതാണ്. പിന്നീട് വലിയ സന്നാഹങ്ങളോടെ പോയി 15 വിമതരെ കൊന്നുവെന്നും ബന്ദികളെ മോചിപ്പിച്ചുവെന്നും ഒക്കെയാണ് പാക് സർക്കാരും സൈന്യവും ഇപ്പോൾ അവകാശപ്പെടുന്നത്. സ്വന്തം മണ്ണിൽ സുരക്ഷാ സേന ബന്ദികളാക്കപ്പെടുന്നത് പാക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിട്ടുള്ള ബലൂചിസ്ഥാൻ ഇന്ന് പാക് സൈന്യത്തിന്റെ യാതൊരു നിയന്ത്രണത്തിലുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരോധിക്കപ്പെട്ട ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനും അവിടെ സമാന്തര സർക്കാരായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ജിവാനിയിലെ സുരക്ഷാ പോസ്റ്റിന് നേരെ നടന്ന ചാവേർ ആക്രമണവും ഇപ്പോൾ സിയാരത്തിൽ നടന്ന കൂട്ടക്കൊലയും പാക് സൈന്യത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. സ്വന്തം തടി പോലും കാക്കാനറിയാത്ത ഈ സൈന്യത്തിനെയും കൊണ്ടാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇതിവിടുത്തെ ആദ്യ സംഭവമല്ല. ഇന്ന് പാകിസ്ഥാനിലെ ഏറ്റവും അപകടം പിടിച്ച പണി എന്ന് പറയുന്നത് പാക് സൈനികന്റേതാണ്. കാരണം ആ പണി ചെയ്യുമ്പോൾ പണി എവിടുന്ന് വരുമെന്ന് ഒരു പിടിയും കാണില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട സൈനികരുടെ ജീവൻ ആര് രക്ഷിക്കും? ഈ വൻ നാണക്കേട് എങ്ങനെ മറച്ചു വെക്കുമെന്നറിയാതെ വിയർക്കുകയാണ് പാക് ഭരണകൂടം. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ അവർ കാലാകാലങ്ങളായി പയറ്റുന്ന അതേ പഴയ തന്ത്രം തന്നെയാണ് ഇപ്പോഴും പുറത്തെടുത്തിരിക്കുന്നത്. എല്ലാം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുക. യാതൊരു തെളിവുമില്ലാതെയാണ് പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് കുറ്റപ്പെടുത്തുന്നത്. തങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ പഴിചാരി മുഖം രക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ ഈ വില കുറഞ്ഞ നാടകം കേട്ട് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ചിരിക്കുകയാണ്. ഇന്ത്യയാണെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചടിച്ച് നോക്കുന്നേ എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത്. അഫ്ഗാനിൽ പോയി വ്യോമാക്രമണം നടത്തിയതുപോലെ ഇന്ത്യയിൽ ഒന്ന് ചെയ്തു നോക്കൂ. അല്ല, ആഴ്ചയിൽ ഭീകരാക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ നടക്കുന്നു, അതിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യയും അഫ്ഗാനുമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അഫ്ഗാനെ നിങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയെ തിരിച്ചടിക്കുന്നില്ല? ഇതാണ് ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലൂടെ പാക് നേതാക്കളോട് ചോദിക്കുന്നത്. അതിനവർക്ക് ഉത്തരമില്ല. ഇന്ത്യയെ പഴിചാരി സ്വന്തം പരാജയം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം സൈനികരെ സംരക്ഷിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചിന്തിക്കുന്നതാകും പാകിസ്ഥാന് നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യയെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പോലും ഒറ്റ ഒരുത്തൻ ബാക്കി കാണില്ല. ന്യൂസ് ഡെസ്ക് ക്യാമറ.